നീ കുറെ സമയം വന്നിട്ട്. ഞാൻ എത്ര ആവശ്യമായിട്ട് നിന്നെ വിളിക്കാ, നീ എന്താ ഫോൺ എടുക്കാത്ത? ഞാൻ പറഞ്ഞില്ലായിരുന്നോ ക്ലൈന്റ് മീറ്റിങ്ങിന്റെ കാര്യം? ഞാൻ ഇന്ന് ആകെ പെട്ടുപോയി. എന്തൊരു ചൂടാണല്ലേ? ആ, ചൂടൊക്കെയാണ്. ഇനി എത്ര ചൂടാണെങ്കിലും നീ എൻ്റെ അടുത്തുള്ളപ്പോൾ മൂന്നാറിലെ കോടമഞ്ഞിന്റെ താഴ്വാരത്തെത്തിയ ഫീലല്ലേ? നല്ല പദപ്പീരാന്നല്ലോ. ഈ ചൂടത്ത് തന്നെ വേണോ? എന്താ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല? ഡോണ്ട് യു ലൈക്ക്? അബി മതി. ഇതെന്ത് രസം. എന്താ ശരിയാവും. ഓടാ അവിടുന്ന്. ഡി, വരുന്ന സൺഡേ പെങ്ങളും അളിയനും കസിൻ്റെ മോളെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാ. അതുകൊണ്ട് ഫ്ലാറ്റിൽ ഞാൻ തനിച്ചേ ഉണ്ടാവും. അതിന് നീ ഫ്ലാറ്റിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാമല്ലോ. അയ്യടാ, അങ്ങനെ ഫ്ലാറ്റിൽ വന്നിട്ടുള്ള സംസാരമൊന്നും വേണ്ട മോനെ. എനിക്ക് നിന്റെ മനസ്സിലിരിപ്പൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ കെട്ട് കഴിഞ്ഞിട്ട് മതി. അതിന് കെട്ടാൻ നിന്റെ അപ്പൻ ഡേവിഡ് സമ്മതിക്കണ്ടേ? എന്റെ അപ്പ സമ്മതിക്കും. എന്റെ അപ്പ ഒരു പാവാ. ഇതുപോലൊരു അപ്പനെ കിട്ടാനേ പുണ്യം ചെയ്യണം. ഒരപ്പനും മോളും ഇപ്പം പാലും തേനൊക്കെയാ. നമ്മുടെ കാര്യം അറിയുമ്പോ അറിയാം പിടിവാശിക്കാരനായി നിന്റെ അപ്പൻ എന്ത് ചെയ്യും. പപ്പയ്ക്ക് അറിയാന്നാ തോന്നുന്നത്. അറിഞ്ഞാ കൊള്ളാം, ഇല്ലെങ്കിലേ ഞാനങ്ങ് എടുത്തോണ്ട് പോകുമ്പോ അറിഞ്ഞോളൂ. പിന്നെ നമുക്ക് എന്നാൽ ഈ സൺഡേ പുറത്തോടെ വെച്ചിട്ടുണ്ടല്ലോ. സൺഡേ എനിക്ക് മസ്കറ്റിൽ പോകണം അബി, ബ്രദറിന്റെ അടുത്ത്. ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. കൂടുതൽ വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആ, കേട്ടു. എന്താ അബി, ദേഷ്യായോ? പിന്നല്ലാതെ, വല്ലപ്പോഴും ഒരു സൺഡേ ഇങ്ങനെ ഫ്രീ ആയി കിട്ടുന്നത് അതിങ്ങനെയായില്ലേ? എന്ത് ചെയ്യാനാ അബി, നീ ഇങ്ങനെ പിണങ്ങല്ലേ. എന്നാലേ പിണക്കം മാറ്റാൻ താ. എന്ത് താ? ഈ പട്ടാപ്പകൽ നീ എന്ത് സ്വപ്നം കണ്ടോണ്ടിരിക്കുക? അല്ലേലും ഈടായിട്ട് നിന്റെ ആങ്ങളൊക്കെ സ്വപ്നം കാണല് കുറച്ച് കൂടുതലാണ്. അമ്മയുടെ പ്രാർത്ഥനയും വഴിപാടൊക്കെ ദൈവം കേട്ടു എന്നാ തോന്നുന്നേ. ആ നെസ്രാണി പെണ്ണായാലും കുഴപ്പമില്ല, നീ ഒന്ന് കെട്ടി കണ്ടാ മതി. പെണ്ണ് ചോദിക്കാൻ പോകാൻ പറ്റിയ വകുപ്പ് പോലെ ആയോ? എവിടെ അവളുടെ അപ്പനാ ഡേവിഡ് സമ്മതിക്കുന്നു. സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ അളിയനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. എന്താ വാ, നമുക്ക് ഇറങ്ങാൻ നോക്കാം. നീ വരുന്നില്ലല്ലോ അല്ലേ? ഫുഡ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഒത്തിരി മോഹം, ഒത്തിരി മോഹം, ഒത്തിരി സ്വപ്നം, നീ എന്റേതല്ലേ. കൂടെ വരാമോ, കൂട്ടിരിക്കാമോ പൈങ്കിളി. ഒത്തിരി മോഹം, ഒത്തിരി സ്വപ്നം, നീ എന്റേതല്ലേ. കൂടെ വരാമോ, കൂട്ടിരിക്കാമോ പൈങ്കിളി. നാണച്ചീരി പടരുന്ന ചുണ്ടിൽ ഏതൻ മലർവാനികളെ കണ്ടു. നല്ല അഴകൊഴുകിടും മേനി, കാമം കടഞ്ഞെടുത്തൊരു ശില്പം. നീ എൻ പൊലിയാത്ത സ്വപ്നം, നീ എൻ പ്രണയാഭിലാഷം, നീ എന്നിൻ ജീവന്റെ താളം. ഒത്തിരി മോഹം. നീയോ? ഇത് അഭിനവ് താമസിക്കുന്ന ഫ്ലാറ്റ് തന്നെയല്ലേ? എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഡയാന. ഇത് സ്വപ്നം വല്ലതാണോ? ഞാൻ പറയാതെ വന്നത് നിനക്ക് ഇഷ്ടായില്ലേ? അതെന്ത് ചോദ്യാ ഡയാന? അല്ല, നീ മസ്കറ്റ് പോവാണെന്ന് പറഞ്ഞിട്ട്? പോകുന്ന വഴി നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എനിക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. എന്നാലും നീ ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഡയാന. നീ ഒന്നും വിചാരിക്കണ്ട. ഞാനിവിടെ വന്നപ്പോ നിനക്ക് ആ മൂന്നാറും കോടമഞ്ഞും
ഒന്നും ഓർമ്മ വരുന്നില്ലേ? പിന്നെ വരാണ്ട്. അല്ല, നിനക്ക് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? കുടിക്കാനൊക്കെ പിന്നെ എടുക്കാറുള്ളൂ. ഇന്നെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ദിവസമായിരിക്കും. എനിക്കും. എന്നാലും നീ വന്നല്ലോ. ഈ പ്രേമത്തിന് ബെല്ലും ബ്രേക്കില്ല എന്ന് പറയുന്നത് അത്ര സത്യമല്ല. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് നിന്നെ ജീവനാണ് അബി. നിന്നോടൊപ്പം ഉള്ള ഓരോ നിമിഷവും ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ? നീ തന്നെയാണോ ഈ പറയുന്നത്? ആരായിരുന്നു? നിനക്കറിയാലോ അബി, പപ്പയും മമ്മിയും പിരിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം ഏകാന്തത അനുഭവിക്കുന്നതെന്ന്. നിന്നെ പരിചയപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് ജീവിക്കണമെന്ന് പോലും തോന്നി തുടങ്ങിയത്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ ഡയാന. നീ ഇങ്ങനെ സെന്തി അടിച്ച് സീൻ കൊളാക്കാതെ നമുക്ക് ഇതാരായിരുന്നു? ഹലോ. എടാ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തെ? എന്താടാ, എന്ത് പറ്റി? എന്താ നിന്റെ സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നേ? എടാ ഹബി, നീ സമാധാനത്തോടെ കേൾക്കണം. എന്താ പറ്റിയത്? എടാ എടാ നിന്റെ ഡയാന. ഡയാന? എടാ നിന്റെ ഡയാന പോയിടാ. ഡയാന? നീ എന്ത് ഭ്രാന്താടി ഈ പറയുന്നേ? മസ്കറ്റിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ ന്യൂസ് നിനക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, നീ ഒന്ന് നോക്ക്. നീ എന്ത് പൊട്ടത്തരായി പറയുന്നേ? ഡയാന എന്റെ കൂടെ. ഹലോ ഹലോ. ഒമാനിലെ ബർക്കയിൽ മലയാളി കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് 2 പേർ മരണപ്പെട്ടു. കോട്ടയം സ്വദേശിയായ ഡേവിഡ് കുര്യൻ, മകൾ ഡയാന ഡേവിഡ് എന്നിവരാണ് മരണപ്പെട്ടത്. നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ബദർ അൽ സമദ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഡയാന, 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 അബി, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല അബി, ഒരു നിമിഷം പോലും.